Hello everyone, welcome to Sila. അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞു RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ? ഏകദേശം 32,000 വേക്കൻസീസ് ആണ്. ആൻഡ് റിപ്പോർട്ട് പ്രകാരം ഇനിയും അത് കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം, ഹൗ ടു അപ്ലൈ ഫോർ ദിസ് എക്സാം. RRB ഗ്രൂപ്പ് ഡി എക്സാമിന് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ കരുതേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്ലൈ ചെയ്യേണ്ടത്, എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? യെസ്. സോ ഹൗ ടു അപ്ലൈ ഫോർ RRB ഗ്രൂപ്പ് ഡി എക്സാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കരുതി വെക്കേണ്ടത്. ഓക്കെ അല്ലേ? അതായത് നിങ്ങൾ SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ അലവൻസ് വേണമെങ്കിൽ, അതായത് ട്രെയിൻ ടിക്കറ്റും മറ്റു കാര്യങ്ങളും ചെലവുകളെല്ലാം വേണമെങ്കിൽ നമ്മൾ SC/ST സർട്ടിഫിക്കറ്റിന്റെ PDF അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ട്രാവൽ അലവൻസിന് വേണ്ടി മാത്രമാണ് ഇത് PDF ആയിട്ട് വേണ്ടത്. അല്ല നിങ്ങൾക്ക് റിസർവേഷൻ മാത്രം മതി, ട്രാവൽ അലവൻസ് വേണ്ടെങ്കിൽ ഇതിന്റെ PDF ഫോർമാറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ. സോ SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ അലവൻസ് വേണമെങ്കിൽ PDF ഫോർമാറ്റ് മാക്സിമം 500 KB അല്ലെങ്കിൽ അതിൽ താഴെ വരുന്ന രീതിയിൽ PDF ആക്കിയിട്ട് റെഡി ആക്കിയിട്ട് വെക്കണം. ഇത് നിങ്ങൾ OBC NCL ആണ്, EWS കാറ്റഗറി ആണെങ്കിൽ ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ബട്ട് നമ്പർ മാത്രം മതി, സർട്ടിഫിക്കറ്റ് നമ്പറുകൾ മാത്രം മതി. അപ്പോൾ എന്നാലും ഇത് കരുതി വെക്കണം. സോ ഇങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റിന്റെയും വാലിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസിംഗ് ഡേറ്റിന് മുമ്പ്, അതായത് എക്സാം ക്ലോസ് ചെയ്യുന്ന ഡേറ്റിന് മുമ്പ്, നമ്മുടെ അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റിന് മുമ്പ് വാലിഡ് ആയിരിക്കണം എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. റൈറ്റ്. ഇനി 10th സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ITI NAC ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും സർട്ടിഫിക്കറ്റ് നമ്പർ മാത്രം മതി, PDF ആയിട്ടൊന്നും നമുക്ക് വേണ്ട, ബട്ട് നമ്മൾ കയ്യിൽ കരുതേണ്ട കാര്യങ്ങളാണ്. മാത്രമല്ല നമുക്കറിയാം CBT എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ റീഫണ്ട് തരുന്നുണ്ട് അല്ലെ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. സോ അത് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കരുതണം? അക്കൗണ്ട് നമ്പറും IFSC കോഡും നമ്മുടെ കയ്യിൽ സെറ്റാക്കി വെക്കണം. പിന്നെ EBC സർട്ടിഫിക്കറ്റ്. EBC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നോട്ട് ഫോർ റിസർവേഷൻ, റിസർവേഷന് വേണ്ടിയിട്ടുള്ള കാര്യമല്ല. എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്ന അത് റിസർവേഷന് വേണ്ടിയിട്ടുള്ള അല്ല, മറിച്ച് നമുക്ക് ഫീസ് കൺസെഷന് വേണ്ടിയിട്ടാണ് EBC സർട്ടിഫിക്കറ്റ്. അപ്പൊ നിങ്ങൾ EBC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിന് എലിജിബിൾ ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റും കരുതി വെക്കാം. അതിന്റെ നമ്പർ മാത്രം മതി, ബട്ട് നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ. പിന്നീട് നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതുപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഫോട്ടോ JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റിൽ, നമ്മൾ JPG ഫോർമാറ്റിൽ അഗൈൻ 50 KB to 100 KB സൈസിൽ വരുന്ന. ഓക്കെ. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 320x240 ആണ്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആക്ച്വലി നമുക്ക് റെസൊല്യൂഷൻ അത്ര ഇമ്പോർട്ടന്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഓഫ്കോഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് ഇങ്ങനെ ആക്കാൻ പറ്റില്ല അത്രയും നല്ലത്. ബട്ട് അഗൈൻ ഇങ്ങനെ ആക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, സൈസ് കറക്റ്റ് ആയാൽ മതി. കാരണം സൈസ് കൃത്യമാണെങ്കിലേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് റെസൊല്യൂഷൻ അവിടെ തന്നെ നമ്മുടെ സ്ക്രീനിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഇങ്ങനെ ആക്കാൻ നോക്കുക. അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സൈറ്റും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആസ് യു ക്യാൻ സീ ദ imageresizer.com. സോ അതിൽ പോയിട്ട് നമുക്ക് വേണ്ട വിഡ്ത്തും ഹൈറ്റും അല്ലെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ എത്ര സൈസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ എക്സാക്ട് ആയിട്ട് സൈസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സൈസ് ഇൻ ദ സെൻസ് റെസൊല്യൂഷൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ബട്ട് ഇതിന്റെ ആക്ച്വൽ സൈസ് ഉണ്ടല്ലോ, KB കിലോബൈറ്റ് ഉണ്ടല്ലോ, അത് ഈ ലിമിറ്റിലായിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫോട്ടോ എന്നാൽ മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം ആദ്യം റെഡിയാക്കി വെക്കണം. അതുപോലെ തന്നെ സിഗ്നേച്ചർ ആണെങ്കിലും JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിൽ സൈസ് ആണ് ഏറ്റവും പ്രധാനം. 30 KB മുതൽ 50 KB വരെയാണ് ഇതിന്റെ സൈസ്. അഗൈൻ 140x60 ആണ് റെസൊല്യൂഷനിൽ വിഡ്ത്തും ഹൈറ്റും വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഈ സൈസ് ആണ്, എന്നാലേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ പിന്നെ വേറെ സ്ക്രീൻ എടുത്ത് അല്ലെങ്കിൽ വേറെ ഒരു ലോഗിൻ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ സമയങ്ങളെ നിൽക്കരുത്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ആദ്യമേ ഇത് സെറ്റ് ചെയ്ത് വെക്കുക. റെസൊല്യൂഷനും ഒരേപോലെ കിട്ടിയാൽ ഫൈൻ, അങ്ങനെ കിട്ടിയില്ലെങ്കിലും നമുക്ക് ആ വിൻഡോയിൽ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ സൈസ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഈ ലിമിറ്റിനകത്ത് കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ സ്റ്റേജിലോട്ട് പോവാം. ഇനി നമ്മൾ എന്ത് ചെയ്യും? യെസ്, ഞാൻ വളരെ ബേസിക് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ ഗൂഗിൾ എടുക്കുന്നു, ഗൂഗിൾ നമ്മുടെ സെർച്ച് എഞ്ചിൻ എടുക്കുന്നു, അതിൽ നമ്മൾ RRB എന്ന് എൻ്റർ ചെയ്യുന്നു. ഓർ എനി RRB നെയിം നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ. സോ അങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം വന്നത് തന്നെ ഞാൻ എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ RRBapply.gov. അങ്ങനെ പലതിലും ക്ലിക്ക് ചെയ്യും. RRB ചണ്ഡീഗഡ് എന്ത് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന ഒരു വിഷയമല്ല. അപ്പൊ ഞാൻ ആദ്യം RRB ചെന്നൈയിൽ തന്നെ ക്ലിക്ക് ചെയ്യാണ്. സോ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന വിൻഡോ ആയിരിക്കും നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് CEN നമ്പർ 08/2024. സോ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷന്റെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് കാണിക്കുന്നുണ്ട് അല്ലെ, അപ്ലൈ ഓൺലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ജസ്റ്റ് ക്ലിക്ക് ഹിയർ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ
ഈ വിൻഡോ ആയിരിക്കും പിന്നീട് നമ്മുടെ മുമ്പിൽ കാണുക. സോ ഇവിടെ ഈ വിൻഡോയിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യെസ്, അപ്ലൈ നമ്മൾ അവിടെ നമ്മുടെ കേഴ്സർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് അല്ലെങ്കിൽ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്ന് ചോദിക്കും. അതായത് രണ്ട് ഓപ്ഷൻ ആയിരിക്കും നമുക്ക് അവിടെ കാണുക. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വർഷം 2024 ഒരുപാട് എക്സാംസ് നമ്മുടെ റെയിൽവേ വിളിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അങ്ങനെ വിളിച്ച എക്സാമുകളിൽ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ആ സെയിം കാര്യം അല്ലെങ്കിൽ ആ ലോഗിൻ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും പാസ്വേഡും യൂസ് ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അതല്ല, നിങ്ങൾ ഇതുവരെ ഒരു എക്സാമിനും അപ്ലൈ ചെയ്തിട്ടില്ല, ഇതുവരെ ഇൻ ദ സെൻസ് 2024 നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഫ്രഷ് ആയിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ട് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഓൾറെഡി ഉണ്ടെങ്കിൽ ആ സാധനം വെച്ച് നമുക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ രണ്ടും കാണിക്കാം. അപ്പൊ ആദ്യം കൺസിഡർ വാട്ട് നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് ആൻ അക്കൗണ്ട് ഫോർ എനി CN issued by RRB in 2024 are not required to do this. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഓൾറെഡി ആ കാര്യങ്ങളുണ്ട്, അത് വെച്ച് ലോഗിൻ ചെയ്താൽ മതി. ബട്ട് ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സെയിം സാധനം യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മറ്റില്ല, എക്സിസ്റ്റിംഗ് അക്കൗണ്ട് ആണ് പറയും. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് കൺട്രി ഓഫ് നാഷണാലിറ്റി കൃത്യമായിട്ട് കൊടുക്കുക. റൈറ്റ്. പിന്നെ ഫുൾ നെയിം, ഇതിൽ ഒരു കൺഫ്യൂഷനും വേണ്ട. 10th സർട്ടിഫിക്കറ്റിൽ എന്താണോ അത് തന്നെയാണ് കൊടുക്കേണ്ടത്. അത് കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു കൺഫ്യൂഷനും ആർക്കും വേണ്ട. 10th എങ്ങനെയാണോ അതുപോലെ നമ്മൾ എന്ത് കൊടുത്തു? ഫുൾ നെയിം കൊടുത്തു. അതൊന്നുകൂടെ റീടൈപ്പ് ചെയ്യണം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അവർ ചോദിക്കുന്നത് ഹാവ് യു ചേഞ്ച് യുവർ നെയിം. അപ്പോൾ നമ്മൾ അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗസറ്റിൽ കൊടുത്ത് കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. അത് DVയുടെ ടൈമിൽ വെരിഫൈ ചെയ്യുന്നതായിരിക്കും. ബട്ട് അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ നോ കൊടുക്കുക. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അഗൈൻ കൺഫ്യൂഷനേ വേണ്ട. 10th സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ കൊടുക്കണം. അത് നമ്മൾ റീടൈപ്പ് ചെയ്തു. പിന്നെ ജെൻഡർ കൊടുക്കുക, സെലക്ട് ചെയ്യുക. അച്ഛന്റെ നെയിം, അഗൈൻ ഫാദേഴ്സ് നെയിം എന്ന് പറയുന്നത് അവർ ഡിമാൻഡ് ചെയ്യുന്നത് എങ്ങനെയാ? 10th സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ അത് തന്നെ നമ്മൾ കൊടുത്താൽ മതി. അത് നമ്മൾ റീടൈപ്പ് ചെയ്തു. അമ്മയുടെ നെയിം ഒന്നും പറഞ്ഞിട്ടില്ല. സോ 10th സർട്ടിഫിക്കറ്റ് പോലെ തന്നെ കൊടുക്കുന്നതായിരിക്കും അവിടെ നല്ലത്. സോ അത് കൊടുക്കാം, അതും റീടൈപ്പ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോ അതിന് തൊട്ടതാണ് നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് കാണും. കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് കാണും. അപ്പൊ നമുക്ക് അവിടെ ഇമെയിൽ അഡ്രസ് കൊടുക്കുക. ജനറേറ്റ് ഇമെയിൽ OTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിലിലോട്ട് ഒരു OTP വരും. ആ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ജനറേറ്റ് മൊബൈൽ OTP, അതിലോട്ട് OTP വരുന്നു. അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ തൊട്ട് താഴെ കാണുന്നത് ആധാർ വെരിഫിക്കേഷൻ ആണ്. സോ 2024 ചെയ്തവർക്ക് ആധാർ വെരിഫിക്കേഷൻ ചെയ്യുന്ന ടൈമിൽ OTP ഒന്നും വരാറില്ല. അതായത് ആധാർ ഏത് മൊബൈൽ നമ്പർ ആണോ ആധാറിലോട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പറിലോട്ട് OTP വരാറുണ്ട്. വരാറില്ല ആക്ച്വലി ലാസ്റ്റ് ഇയർ ചെയ്തവർക്ക്. ബട്ട് ഇപ്രാവശ്യം അങ്ങനെയല്ല, അതിൽ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. അതായത് OTP വരും, അങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആധാർ നമ്പർ എൻ്റർ ചെയ്തു. ആധാറിന്റെ നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം ഏത് മൊബൈൽ നമ്പർ ആണോ നിങ്ങൾ ആധാറിലോട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ മൊബൈലിലോട്ട് അല്ലെങ്കിൽ ആ മൊബൈൽ നമ്പറിലോട്ടാണ് നമ്മുടെ OTP വരിക. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്തു. വെരിഫൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താവും? നമ്മുടെ ആധാർ വെരിഫൈഡ് ആവും. ഇനി നിങ്ങൾക്ക് ആധാർ ഇല്ലെങ്കിൽ, ആൻഡ് റെയർ കേസ് ആണ് ആധാർ ഇല്ലാത്തൊരു സിറ്റുവേഷൻ, ബട്ട് സ്റ്റിൽ ആധാർ ഇല്ലെങ്കിൽ നമുക്ക് വേറെ പല ഡോക്യുമെന്റ്സ്, വോട്ടേഴ്സ് ID അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് തുടങ്ങിയ ഡോക്യുമെന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? വെരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആധാർ വെരിഫിക്കേഷന് താഴെ നമുക്ക് ഈ രീതിയിൽ കാണും. സോ ഐ ഹിയർ ബൈ ഓതറൈസ് അല്ലെ, ഐ ഹിയർ ബൈ ഓതറൈസ് റെയിൽവേ റിക്രൂട്ട്മെന്റ് RRB. അത് നോക്കുക, എല്ലാം ഞാൻ ഓക്കെ ആണെന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? ക്ലിക്ക് ചെയ്തു. ഇനി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനൊന്നും നമുക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ട് പറയുന്നുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, സ്പെഷ്യൽ ക്യാരക്ടർ, നമ്പേഴ്സ് എല്ലാം വേണം. അപ്പോൾ പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്തു. ഒന്നുകൂടെ കൺഫേം ചെയ്യുന്നു. ഐ ആം നോട്ട് എ റോബോട്ട് ക്യാപ്ഷ നമ്മൾ ക്ലിക്ക് ചെയ്തു. ദെൻ പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക. പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ എന്ത് കാണും? ഒരു ബോക്സ്, ഡയലോഗ് ബോക്സ് വരും. അപ്പൊ അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യാം. സോ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ എന്താവും? അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വരും. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രെഡൻഷ്യൽസ് ഒരിക്കലും നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ആ കാര്യം കൂടെ മനസ്സിൽ വിചാരിക്കുക. അപ്പൊ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ട് ത്രൂ ഔട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പറും മെയിൽ ID ആയിരിക്കണം നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഓർക്കാം. റൈറ്റ്. സോ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അഗെയിൻ will what send to this particular window, അതായത് ഈ വിൻഡോയിലോട്ട് നമ്മൾ വരും. അപ്പൊ ഇവിടെ നമുക്കിനി എന്ത് ചെയ്യാം? അതായത് അക്കൗണ്ട് ക്രിയേഷൻ ആയിരുന്നു. അപ്പൊ മിക്ക ആൾക്കാരും ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ ഞാനൊന്ന് കാണിച്ചതാണ്. ഇനി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു,
ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? അപ്പൊ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട്. സോ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ നമ്മൾ മൊബൈൽ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്യാൻ ചോദിക്കും. അപ്പൊ ചില ആൾക്കാർ പാസ്വേഡ് ഒക്കെ മറന്നു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ മെയിലിൽ ഉണ്ടാവും, ചിലപ്പോൾ കാണില്ല. സോ അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്കിവിടെ കൃത്യമായിട്ട് ഫോർഗോട്ട് പാസ്വേഡ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ നിങ്ങളുടെ മൊബൈൽ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഐ ആം നോട്ട് എ റോബോട്ട് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ മെയിലിലോട്ട് അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലോട്ട് എന്ത് വരും? പാസ്വേഡ് വരും. സോ മെയിലിലോട്ട് പാസ്വേഡ് വന്നു. ആ പാസ്വേഡ് നമ്മൾ പിന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലെ? മിക്ക ആൾക്കാരും ഓർക്കാൻ വഴിയില്ല എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ടാണ് വിശ്വാസം ഒന്നും പറയുന്നില്ല, വിചാരം. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ആക്ച്വലി ഞാൻ മറന്നായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇതുപോലെ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തു. അപ്പോൾ എന്റെ മെയിലിലോട്ട് പാസ്വേഡ് അവർ സെൻഡ് ചെയ്ത് തന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? മൊബൈൽ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ എൻ്റർ ചെയ്യുക. ആ മെയിലിലോട്ട് വന്ന പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. ഐ ആം നോട്ട് എ റോബോട്ട് ക്ലിക്ക് ചെയ്യുന്നു. ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ, അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 2024 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ ഇതുപോലെ ആധാർ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല ത്രൂ OTP. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിൻഡോ വരുന്നത്. അപ്പൊ ഇവിടെ ജനറേറ്റ് ആധാർ OTP കൊടുക്കുക. അപ്പൊ നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് OTP വരും. ആ OTP എൻ്റർ ചെയ്യുക. ദെൻ ഐ ഹിയർ ബൈ ഓതറൈസ് റെയിൽവേ, യെസ്, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ വെരിഫൈ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ? ആധാർ വെരിഫൈഡ് ആയി. ഇതായത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ OTP വെരിഫിക്കേഷൻ നടത്തിയിട്ടില്ല ആധാറിന്റെ, അതുകൊണ്ടാണ് ആ ഒരു അപ്ഡേഷൻ വന്നത്. അപ്പൊ നമ്മൾ അത് ചെയ്തു. അതിനുശേഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് കാണുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, എൻ്റർ ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ വന്നിട്ടുണ്ട് അല്ലെ? 23/1/2025 ഓപ്പൺ ചെയ്തത്. സോ ഇത് കൃത്യമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് RRBയിലാണോ നിങ്ങൾക്ക് വേണ്ടത്, ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു നോട്ടിഫിക്കേഷൻ, അതായത് നമ്മുടെ ഈ കാണുന്ന നോട്ടിഫിക്കേഷനുള്ള CEN നമ്പർ 08/2024 എന്ന് പറയുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ ഏതെങ്കിലും ഒരു RRBയിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒന്നിലധികം RRBകളിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ആദ്യമേ നിങ്ങൾ ഫിക്സ് ചെയ്യുക എവിടെയാണ് എനിക്ക് വർക്ക് ചെയ്യേണ്ടത്, ഏത് RRBയിലാണ് എനിക്ക് വർക്ക് ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ടുള്ള ധാരണ വരുത്തുക. അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ നിൽക്കുക. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഏത് RRB ആണെന്ന് സെലക്ട് ചെയ്യുക. അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ചെന്നൈ സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഐ എം നോട്ട് കറന്റ് ഡിബാർ ഫ്രം എനി RRB ഓർ RRC. നമ്മൾ എങ്ങനെയും ഡിബാർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ആക്ച്വലി. റൈറ്റ്? യെസ്. അപ്പോൾ ഒന്നും ഡിബാർ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത് ക്ലിക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ രീതിയിൽ, അപ്പൊ ഓൾറെഡി നമ്മൾ അക്കൗണ്ട് ക്രിയേഷൻ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതിവിടെ വരും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണും. അപ്പൊ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാവുന്നതും ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് മദർ ടങ്, ചോയ്സ് ഓഫ് ലാംഗ്വേജ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണും. ഇനി വേണ്ട, ഇതിൽ നിങ്ങൾക്ക് മാറ്റണോ, എന്താണ് മാറ്റേണ്ടത്, മലയാളം വേണോ, അത് കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പൊ ചൂസ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പൊ ഞാനിവിടെ ഇംഗ്ലീഷ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മലയാളം വേണ്ടവർ മലയാളം ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അത് നിങ്ങളിപ്പോ ചൂസ് ചെയ്യുക. ക്ലിയർ അല്ലേ? റൈറ്റ്. യെസ്. അത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് ആണ്. സോ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് വരുന്നവിടെ കൃത്യമായിട്ട് ഓരോ സർട്ടിഫിക്കറ്റും, അത് OBC NCL ആയാലും SC ST ആയാലും നമ്മുടെ അപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റിന് മുമ്പ് വാലിഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് കൃത്യമായിട്ട് ഇവർ പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഫോർമാറ്റിൽ, ഇന്ത്യൻ റെയിൽവേയുടെ ഫോർമാറ്റിൽ തന്നെ ആക്കുക. ഓക്കെ അല്ലേ? സോ ഇവിടെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് OBC എന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ OBC NCL ആണോ ഏതാണോ അതാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് വേണ്ടു? ഈ ഡോക്യുമെന്റ് നമ്പർ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ്, അത് നിങ്ങൾ അൺഡിസേർവ്ഡ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ SC ST ആണെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ് കൃത്യമായിട്ട് കരുതുക. OBC NCL ആണെങ്കിൽ കൃത്യമായിട്ട് ഡോക്യുമെന്റ് കരുതുക. EWS ആണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ വെക്കണം. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പോ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മളിപ്പോ OBC NCL ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, പേഴ്സൺ സീക്കിംഗ് അപ്പോയിന്റ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് റിസർവേഷൻ ഓഫ് OBC NCL must ensure that he possesses the caste or community certificate and does not fall in creamy layer on the closing date for submission of application. അപ്പൊ ക്ലോസിംഗ് ഡേറ്റിൽ വാലിഡ് ആയിരിക്കണം. അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. നമുക്ക് ഒരു മാസത്തെ ടൈം ഉണ്ട്. അപ്പൊ എടുക്കാത്തവരാണെങ്കിൽ പെട്ടെന്ന് എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു 3 ദിവസം കൊണ്ട് സംഭവം സെറ്റ് ആവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് എഗ്രി കൊടുത്തു ഞാൻ. ദെൻ വാട്ട്? കൃത്യമായിട്ട് നെയിം ഓഫ് ദ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ കൃത്യമായിട്ട് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്? സി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ഇഷ്യൂ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക്
റിസർവേഷൻ അവൈൽ ചെയ്യണമെങ്കിൽ ഇത് റെഡിയാക്കി വെക്കുക, വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ അവൈൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഡോക്യുമെന്റ് റെഡിയാക്കി വെക്കുക, ഇതിന്റെ എല്ലാം നമ്പർ കൊടുത്താൽ മതി. സോ ആസ് യു ക്യാൻ സി നമ്മൾ എന്ത് ചെയ്തു, കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്തു. അതായത് നെയിം ഓഫ് ദ ഏജന്റ് ഓൾറെഡി പറഞ്ഞു, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂയിങ് അതോറിറ്റി, അതുപോലെ തന്നെ ഡേറ്റ്, ഇഷ്യൂ ഡേറ്റ് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി നിങ്ങൾ SC ST അല്ലെങ്കിൽ അങ്ങനെ കാറ്റഗറി ആണെങ്കിൽ സോ S സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുത്തു, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ അതോറിറ്റി കൊടുത്തു, ഡേറ്റ് കൊടുത്തു. അപ്പോൾ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഡു യു വിഷ് ടു അവൈൽ ഫ്രീ റെയിൽ ട്രാവൽ പാസ് ഫോർ ദ എക്സാം? എക്സാമിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ട്രെയിനിൽ ട്രാവൽ ചെയ്യാനുള്ള പരിപാടികൾ സെറ്റ് ചെയ്യണോ എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ S കൊടുക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. SC ആയിക്കോട്ടെ ST ആയിക്കോട്ടെ അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ SC ST ആണെങ്കിൽ വെറുതെ കളയാൻ നിൽക്കണ്ട, സംഭവം റെഡിയാക്കി വെക്കുക, ഫ്രീ ആയിട്ട് പോയിട്ട് വരാലോ. റൈറ്റ്. അപ്പോൾ കൃത്യമായിട്ട് അത് അപ്ലോഡ് ചെയ്യണം. സൈസ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്, 50 KB താഴെ ആയിരിക്കണം. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി വെക്കുക. റൈറ്റ്. ഓക്കെ. ആൻഡ് ഇവിടെ കൃത്യമായിട്ടുള്ള വാക്ക് ഞാൻ ഒരുപാട് പറയുന്നത് എനിക്ക് തോന്നുന്നു. യെസ്. അപ്പൊ ഇവിടെ പ്ലീസ് ഇൻഡിക്കേറ്റ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അതാത് രീതിയിൽ തന്നെ കൊടുക്കുക. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി അഗെയിൻ ഇപ്പോൾ ST ആണെങ്കിലും സെയിം പ്രോസസ്സ് തന്നെയാണ്, നമ്മൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഓക്കെ. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. ബട്ട് അഗൈൻ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് എപ്പോൾ മാത്രമാണ് നമുക്ക് ട്രാവൽ അലവൻസ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ. അപ്പോൾ അത് വെറുതെ കളയാൻ നിൽക്കേണ്ട. SC ആണെങ്കിൽ അത് കൃത്യമായിട്ട് അഗൈൻ വന്നു. ബട്ട് അഗൈൻ ആ ഡോക്യുമെന്റ് എല്ലാം റെഡിയാക്കി വെക്കാം. ഓക്കെ അല്ലേ? റൈറ്റ്. പിന്നെ EWS ആണെങ്കിൽ അഗൈൻ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നമ്പർ കൊടുത്താൽ മതി. അവിടെ സർട്ടിഫിക്കറ്റ് നമ്പർ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂയിങ് അതോറിറ്റി, അതുപോലെ തന്നെ ഡേറ്റ്, ഇഷ്യൂ ഡേറ്റ് കൊടുക്കുക കൃത്യമായിട്ട് തന്നെ. റൈറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് കഴിഞ്ഞു. ഇനി അതിന് താഴെ നമ്മുടെ പ്രസന്റ് അഡ്രസ് അതുപോലെ തന്നെ പെർമനന്റ് അഡ്രസ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. രണ്ടും സെയിം ആണെങ്കിൽ ഈ ടിക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. സേവ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അടുത്ത ചോദ്യം എന്താ, ആർ യു എൻ എക്സ് സർവീസ്മെൻ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എസും അല്ലെങ്കിൽ നോയും. കാരണം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഏത് സോണിലാണ് വർക്ക് ചെയ്ത് ആ ഡീറ്റെയിൽസ് എല്ലാം കരുതി വെക്കണം, അത് നിങ്ങൾ നോക്കുക. ഓക്കെ. അപ്പൊ ഞാൻ നോ കൊടുത്തു. ആർ യു എ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി? എസ് ഓർ നോ കൊടുക്കുക. അതുപോലെ സ്ക്രൈബ് വേണോ, ഒരു സഹായി എക്സാമിന് വേണോ വേണ്ടയോ എന്നുള്ള കാര്യമാണ്, അത് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ ഒരു സഹായി വേണമെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ട്, ഒരു ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. അവരുടെ സ്ക്രൈബ് ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ ഈസ് ദ സ്ക്രൈബ് അസിസ്റ്റിംഗ് എനി അതർ കാൻഡിഡേറ്റ്, വേറെ ഏതെങ്കിലും കാൻഡിഡേറ്റ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പറ്റില്ല, ഒറ്റ കാൻഡിഡേറ്റിനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ നമ്മുടെ ക്വാളിഫിക്കേഷനുകളും താഴെ ആയിരിക്കണം. അവരിതുപോലെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആവില്ല അല്ലെങ്കിൽ ആവാൻ പാടില്ല, അങ്ങനെ കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലോട്ട് ഞാൻ ഒരുപാട് ഡീപ്പായിട്ട് പോകുന്നില്ല. ബട്ട് അഗൈൻ സ്ക്രൈബ് വേണമെങ്കിൽ ആ കാര്യങ്ങളും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ. റൈറ്റ്. യെസ്. പിന്നീട് ആർ യു എൻ EBC സർട്ടിഫിക്കറ്റ് ഹോൾഡർ എന്ന് ചോദിക്കുന്നുണ്ട്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്. സോ ഇത് നോട്ട് ഫോർ റിസർവേഷൻ, അത് മനസ്സിലാക്കുക. EBC എന്ന് പറയുന്നത് റിസർവേഷന് വേണ്ടിയിട്ടുള്ള കാര്യമല്ല, അത് ഫീസ് കൺസെഷന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് എസ് ഓർ നോ എന്നുള്ള കാര്യം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് കണ്ടീഷൻസ്. 50,000 രൂപയിൽ താഴെ ആയിരിക്കണം നമ്മുടെ, അല്ലെങ്കിൽ BPL കാർഡ് ഉണ്ടായിരിക്കണം, അത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതെല്ലാം റെഡി ആണെങ്കിൽ നിങ്ങൾ അത് എന്ത് കൊടുക്കുക, എസ് എന്ന് കൊടുക്കുക. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം അവർ ചോദിക്കും. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് നമ്പർ എൻ്റർ ചെയ്യുക, ഇഷ്യൂയിങ് അതോറിറ്റി അഗെയിൻ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഈ കാര്യങ്ങളെല്ലാം ആ സർട്ടിഫിക്കറ്റ് അതേ രീതിയിൽ തന്നെ പ്രോപ്പർ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? യെസ്. അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ നമുക്ക് കാണാൻ പറ്റുന്നത് ഡീറ്റെയിൽസ് ഓഫ് സർവിംഗ് റെയിൽവേ അപ്ലിക്കന്റ്, ആർ യു എൻ എംപ്ലോയി ഓഫ് ഇന്ത്യൻ റെയിൽവേ, വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പൊ ആ കാര്യം നിങ്ങൾ കൊടുക്കുക, എസ് ഓർ നോ എന്നുള്ളത്. അപ്പൊ നോ എന്ന് കൊടുത്തു. ഇനി എസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ എവിടെയാണ് വർക്ക് ചെയ്ത് സോൺ കാര്യങ്ങളെല്ലാം നമ്മൾ എൻ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആസ് യു ക്യാൻ സി അത് ആ പ്രോപ്പറിൽ ചെയ്യാം. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി അടുത്ത ഡീറ്റെയിൽസ് ഓഫ് കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്, അതായത് നിങ്ങൾ ആർ യു എ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ് ഇൻ റെയിൽവേ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആൻഡ് പൊസസിംഗ് NAC ഗ്രാൻഡഡ് ബൈ NCVT. സോ അങ്ങനെ എന്തെങ്കിലും കോഴ്സോ സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ മാത്രം എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പൊ ഞാനിവിടെ നോ കൊടുത്തു. യെസ്. അടുത്തത് ഡീറ്റെയിൽസ് ഓഫ് കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്, അത് നിങ്ങൾ എസ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, എത്ര കാലത്തോളം ഉണ്ടായിരുന്നു ട്രെയിനിങ്, അതിന്റെ ഡേയ്സ് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ അലോങ് വിത്ത് സർട്ടിഫിക്കറ്റ് നമ്പർ ഇതെല്ലാം നിങ്ങൾ കരുതിയിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി പറഞ്ഞു NSC സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. അപ്പോൾ ഇതൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക.
ഓക്കെ, വർക്ക് അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ് പ്രോസസ്സിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക. ഓക്കെ, എൻ്റർ ചെയ്ത് കൊടുക്കുക, എത്ര മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കണം. അതില്ലെങ്കിൽ നോന്ന് കൊടുത്താൽ പരിപാടി തീർന്നു. റൈറ്റ്. അടുത്തത് നമുക്കറിയാം, റെയിൽവേ എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ എക്സാം നിങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈസ റീഫണ്ട് ചെയ്ത് തരും അല്ലെ. അപ്പോൾ അത് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ അക്കൗണ്ട് നമ്പറും IFSC കോഡും കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കൺഫേം ചെയ്യുക. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ അല്ലേ. അപ്പൊ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ നമ്മളോട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഓൾറെഡി ഞാൻ വേറെ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു 2024. അപ്പൊ ഓൾറെഡി എന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ SSLC എന്ന് പറയുന്ന കാര്യങ്ങൾ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, പുതുതായിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ക്ലിക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ ആഡ് ചെയ്യുക. അപ്പൊ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ, അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആസ് യു ക്യാൻ സീ ഹിയർ, അതിപ്പോൾ ITI ആണെങ്കിൽ ITI, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ NAC ക്വാളിഫൈഡ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ എല്ലാത്തിൻ്റെയും എന്ത് ചോദിക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റിന്റെ ടൈപ്പ്, നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ട്രേഡ് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്, ഡേറ്റും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ITI ആണെങ്കിൽ ITI, ഇപ്പൊ 10th ഉണ്ട് ITI ഉണ്ട്, രണ്ടും കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതിയല്ലോ. ബട്ട് അഗൈൻ ഉള്ളതൊക്കെ നമ്മൾ കൊടുക്കുക. ഓക്കെ, റൈറ്റ്. അപ്പൊ ITI കൊടുത്തു, ആഡ് കൊടുത്തു, അതുപോലെ നിങ്ങൾക്ക് NAC ഉണ്ടെങ്കിൽ അതും കൊടുത്തു, ആഡ് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ അല്ലേ. ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, 10th മാത്രമാണെങ്കിൽ ഫൈൻ, ഒരു പ്രശ്നമില്ല. ഉണ്ടെങ്കിൽ കൊടുക്കാതിരിക്കേണ്ട, കാരണം ജസ്റ്റ് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ അത് ആഡ് ചെയ്യാം, നെക്സ്റ്റ് എൻ്റർ ചെയ്യാം. അപ്പോ നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് എന്താ, യെസ്, ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറിന്റെയും ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, കാരണം റിജക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പ്രോപ്പർ ആയിട്ട് അവർ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാം, അവർ പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ റീസെന്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നോട്ട് ഓൾഡർ ദാൻ 2 months എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറ്റുകയാണെങ്കിൽ അങ്ങനെ ഓൾറെഡി വേറെ ഉണ്ട്, ഏകദേശം ഒരേപോലെയൊക്കെയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ബട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഓക്കെ അല്ലേ. റൈറ്റ്. പിന്നെ സൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 320x240. ഓക്കെ, അപ്പൊ ഇവിടെ റെസൊല്യൂഷൻ ഞാൻ പറഞ്ഞു, ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ബട്ട് അതിന്റെ എത്രയാണ് ആക്ച്വൽ KB, കിലോബൈറ്റ് അല്ലെങ്കിൽ ആ സൈസ് നിങ്ങൾ കൃത്യമായിട്ട് ആ ലിമിറ്റിനകത്ത് വെക്കേണ്ട ഒന്നാണ്. ഓക്കെ അല്ലേ. അതായത് 50 KB മുതൽ 100 KB വരെ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ 100 KB മുകളിലാണെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല, 50-ന് താഴെയാണെങ്കിലും അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല, എറർ കാണിക്കും. അപ്പോൾ ഇതിനകത്ത് ആയിരിക്കണം അതിന്റെ സൈസ് എന്ന് പറയേണ്ടത്. അതാണ് ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ട കാര്യം. കാരണം റെസൊല്യൂഷൻ നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്ക്രീനിൽ വിൻഡോയിൽ അത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നോക്കുക, നമ്മുടെ ഫേസ് പ്രോപ്പർ ആയിട്ട് കാണണം, അല്ല കണ്ണടയിൽ എന്തെങ്കിലും റിഫ്ലക്ഷൻ പാടില്ല, അതൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുമ്പോൾ അവർ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് എടുക്കുക. അപ്പൊ മൊബൈലിലൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ മാത്രം മൊബൈലിൽ എടുക്കുക. അപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുന്നത് യെസ് സ്റ്റുഡിയോ എടുക്കുന്നത് തന്നെയാണ്, ബട്ട് മൊബൈലിൽ എടുക്കാനും പറ്റും. അത്രയും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം മൊബൈലിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ. ഇനി സിഗ്നേച്ചറിന്റെ കേസിലോട്ട് വരുമ്പോൾ അവർ പറയുന്നത്, ഇവിടെ ഈ വിൻഡോയിൽ പറയുന്നത് the applicant has to sign on white paper with black or blue ink pen within a box of size 50 mm into 20 mm. ബ്ലാക്ക് ഓർ ബ്ലൂ എന്ന് ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ നോട്ടിഫിക്കേഷനിൽ അവർ പറയുന്ന ടൈമിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുമ്പോൾ അവർ പറയുന്നത് എന്താ, the applicant has to sign on white paper with black ink pen only എന്ന് പറയുന്നുണ്ട്. ഇവിടെ ബ്ലാക്ക് ഓർ ബ്ലൂ എന്ന് പറഞ്ഞവിടെ നോട്ടിഫിക്കേഷനിൽ ബ്ലാക്ക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ പിടിക്കണ്ട, ബ്ലാക്ക് മാത്രം ചെയ്യാം. ഇവിടെ ബ്ലാക്ക് ബ്ലൂ ഉണ്ട്, അവിടെ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടിലും ബ്ലാക്ക് ഉള്ളതുകൊണ്ട് ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, യെസ്. പിന്നെ സിഗ്നേച്ചർ മസ്റ്റ് ബി ഇൻ റണ്ണിംഗ് ലെറ്റേഴ്സ് ആൻഡ് നോട്ട് ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ്. അപ്പോൾ ബ്ലോക്ക് ലെറ്റേഴ്സിലായിട്ട് എഴുതരുത്, റണ്ണിംഗ് ലെറ്ററിലായിരിക്കണം. അപ്പോൾ നോർമലി നമ്മൾ സൈൻ ചെയ്യുമ്പോൾ ആ രീതിയിൽ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അതിലും വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ബട്ട് കൃത്യമായിട്ട് നിങ്ങൾ യെസ് റണ്ണിംഗ് ലെറ്ററിൽ തന്നെ സൈൻ ചെയ്യുക. അപ്പൊ ഇവിടെയും സൈസ് കാണുന്നുണ്ട്, 30 KB to 50 KB ആണ്. അപ്പൊ ഇതിനകത്ത് വരണം, കുറഞ്ഞാലും കൂടിയാലും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇമേജ് റീസൈസർ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഫോട്ടോ അല്ലെങ്കിൽ സൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എത്ര സൈസ് വേണം എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് റെസൊല്യൂഷൻ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താലും നോ ഇഷ്യൂ ആണ്. അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ അതിനുശേഷം നമുക്ക് ഇവിടെ ബ്രൗസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്
ആ ഒരു ഫയൽ എവിടെയാണോ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് എടുത്ത് ഇതിലോട്ട് ഇടാം. അങ്ങനെ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ മീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം അതിൽ തന്നെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് റെസൊല്യൂഷൻ കറക്റ്റ് നമ്മൾ പറയുന്ന സെന്ററിൽ നമ്മളെ ആക്കിയിട്ട് നമുക്ക് ഫോട്ടോ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സിഗ്നേച്ചറും ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് അത് അലൈൻ ചെയ്ത് വെക്കുക. അതിനുശേഷം സേവ് എന്ന് കൊടുക്കുക. അഗെയിൻ സേവ് എന്ന് കൊടുക്കുക. ഓക്കെ അല്ലേ? റൈറ്റ്. സോ സേവ് എന്ന് കൊടുത്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പോസ്റ്റ് സെലക്ട് ചെയ്യണം. ലൈക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഏതാണ് പ്രയോറിറ്റി എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നിങ്ങളുടെ പ്രിഫറൻസ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി നിൽക്കണം. നോക്കേണ്ട ഒരു ഒന്നാണ്. ബട്ട് ഇവിടെ പോസ്റ്റ് ഓർഡർ പ്രിഫർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടെ അറിയണം. ഏകദേശം ഒരു 14 പോസ്റ്റുകളാണ് ഉള്ളത്. ബട്ട് ഇതിൽ കുറെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. കാരണം മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കാതെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന് നല്ലോണം പ്രാധാന്യമുണ്ട്. അപ്പൊ ഞാനിവിടെ അതൊന്ന് കാണിക്കാം ജസ്റ്റ്. ഓക്കെ. സോ ഇവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് C1, B1 അങ്ങനെ കുറെ കണ്ടിട്ടുണ്ട്. C1, B1 ആണ് ഇതിന് മൊത്തം അല്ലേ. പിന്നെ നമുക്കുള്ളത് A3, A2. അപ്പൊ ഇങ്ങനെ കുറെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ഈ C1, B1, A3, A2 ഇതിലൊക്കെ പറയുന്ന കണ്ടീഷൻസ് എന്താണ്, അതിനനുസരിച്ചിട്ട് വേണം ഈ ഓരോ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? കാരണം നമുക്ക് നോക്കാം. ഇവിടെ A2 എന്ന് പറയുന്നത് ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ് ആണ്. ഒരു പ്രശ്നമില്ലാത്ത ആള്. ഓക്കെ. മാത്രമല്ല വിഷൻ എങ്ങനെ നോക്കുക, 6/9 വിത്തൗട്ട് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഉപയോഗിക്കാൻ പാടില്ല, പക്കയായിരിക്കണം നമ്മുടെ ഐസൈറ്റ്. പിന്നെ നോക്കുക നിയർ വിഷൻ ഈ രീതിയിലായിരിക്കണം വിത്തൗട്ട് ഗ്ലാസ്. മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ. ഈ പറയുന്ന വിഷൻസ് എല്ലാം നമ്മൾ പാസ്സാവണം. മനസ്സിലായോ? എന്നാൽ മാത്രമാണ് A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ ഫിറ്റ് ആവുള്ളൂ. എന്ന് പറയുമ്പോൾ A2 കാറ്റഗറിയിൽ വരുന്ന പോയിന്റ്സ്മാൻ ബി എന്ന് പറയുന്ന പോസ്റ്റിന് ഇത് നിർബന്ധമാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ അതിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. A2 അതുപോലെ തന്നെയാണ് A3 എന്ന് പറയുന്നത്. സോ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ്, അഗൈൻ ഡിസ്റ്റന്റ് വിഷൻ 6/9 വിത്തൗട്ട് ഗ്ലാസ്. സോ A3 വരുമ്പോൾ ഗ്ലാസ് യൂസ് ചെയ്യുന്ന ആൾക്കും പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ? A3 വരുമ്പോൾ ഗ്ലാസ് യൂസ് ചെയ്യുന്ന ആൾക്കും പറ്റും. അത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ബട്ട് ഒരു കാര്യമുണ്ട്, പവർ ഓഫ് ലെൻസസ് നോട്ട് ടു എക്സീഡ് 2 ഡയപ്റ്റർ. അപ്പൊ 2 ഡയപ്റ്ററിൽ കൂടാനും പറ്റില്ല പവർ. ആ കണ്ടീഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ പവർ എങ്ങനെയാണ്, ഇതിനകത്താണോ എങ്കിൽ A3 കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ A3 മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ വരുന്ന പോസ്റ്റുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ A2 എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല കണ്ണിനൊന്നും. A3 വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഗ്ലാസ് യൂസ് ചെയ്യാം. അതിലും കണ്ടീഷൻസ് ഉണ്ട്. ഇത്ര പവർ വരെ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടെ മനസ്സിലാക്കുക. റൈറ്റ്. ഇനി B1 വരുമ്പോൾ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ്. ഓക്കെ. ഡിസ്റ്റന്റ് വിഷൻ ഈ രീതിയിലാണ്. പവർ അപ്പോഴേക്കും 4D അല്ലെങ്കിൽ 4 ഡയപ്റ്റർ വരെ പോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ പവർ അങ്ങനെ ആകുമ്പോൾ നമുക്ക് B1 കാറ്റഗറിയിലുള്ളതെല്ലാം അപ്ലൈ ചെയ്യാം. പിന്നെ നോക്കാം നിയർ വിഷൻ ഇത്ര with or without glass when reading or close work is required. And പിന്നെ must pass test for color vision, binocular vision, night vision and mesopic vision etc. So B1 കാറ്റഗറിയിലാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ കണ്ണടയ്ക്ക് യൂസ് ചെയ്യാൻ പവർ ഉണ്ട്. ബട്ട് അഗൈൻ ഈ പറയുന്ന ടെസ്റ്റുകളെല്ലാം ഓക്കെ ആണോ, കളർ വിഷൻ ടെസ്റ്റ് പാസ് ചെയ്തേ പറ്റൂ. എന്നാലാണ് നമുക്ക് B1 കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. മനസ്സിലായില്ലേ? ഇനി B2 വരുമ്പോൾ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ് ആൻഡ് എന്തൊക്കെയാ വേറെ കണ്ടീഷൻസ് നോക്കാം. ഡിസ്റ്റന്റ് വിഷൻ 6/9, 6/2 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്, പവർ ഓഫ് ലെൻസസ് നോട്ട് ടു എക്സീഡ് 4 ഡയപ്റ്റർ. അപ്പോൾ 4 കൂടാൻ പാടില്ല. ബാക്കി with or without glasses when reading or close work is required, must pass test for binocular vision test. അതായത് കളർ വിഷനും അതൊന്നും കുഴപ്പമില്ല. ഇവിടെ ബൈനോക്കുലർ വിഷൻ മാത്രം പാസ് ചെയ്താൽ മതി B2 വരുമ്പോൾ. അപ്പൊ ശ്രദ്ധിക്കുക ഏതൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്, ഏതൊക്കെ പോസ്റ്റിനാണ് അത് പോസിബിൾ ആവുക, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ B2 നമുക്ക് എന്തില്ല, കളർ വിഷൻ ടെസ്റ്റ് പാസ് ആവണ്ട എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടന്റ്. ബട്ട് അഗൈൻ B1 വരുമ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് പവർ അത്ര ആയാലും കുഴപ്പമില്ല. A2 വരുമ്പോൾ പവർ ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ നോക്കുക. ഇനി C1 വരുമ്പോൾ അവർ പറയുന്നുണ്ട് ഡിസ്റ്റന്റ് വിഷൻ 6/12, യെസ് 6/12, 6/18 with or without glasses, then when reading or close work is. ഇവിടെ ആകുമ്പോഴോ ബൈനോക്കുലർ വിഷനും പാസ് ആവേണ്ട ആവശ്യമില്ല, കളർ വിഷനും പാസ് ആവേണ്ട ആവശ്യമില്ല.
മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ C1 വരുമ്പോൾ ഇതാണ് കണ്ടീഷൻസ്. ഇനി C2 വരുമ്പോഴും ആസ് യു ക്യാൻ സി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതിലാണോ ഫിറ്റ്, അപ്പൊ നമുക്കറിയാം ഇപ്പൊ നോർമലി ഇപ്പൊ ഞാൻ ഗ്ലാസ് യൂസ് ചെയ്തിട്ട് അപ്പൊ എനിക്ക് എന്തായാലും എന്ത് പറ്റില്ല, A2 എന്ന് പറയുന്ന സാധനം അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല അല്ലെ, അവർ പറയുന്നത് പ്രകാരം നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പിന്നെ അവർ പറയുന്ന ഒരു കാര്യം, candidates who have undergone LASIK surgery or any other surgery procedure to correct refractory error are not eligible for the post having medical standards A2 and A3. അപ്പോൾ A2 A3 സ്റ്റാൻഡേർഡിൽ, മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ നമുക്ക് എന്താ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾക്ക് ലാസിക് സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിഫ്രാക്ടറി എന്തായിരുന്നു കറക്റ്റ് റിഫ്രാക്ടറി എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പൊ അതുകൂടെ ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്ക് വേറെയൊക്കെ പറ്റുമല്ലോ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കാം. റൈറ്റ്. പിന്നെ പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സ് അഡ്വൈസ് ടു എൻഷുർ ദാറ്റ് ദേ ആർ എലിജിബിൾ ആസ് പെർ ദ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ദ പോസ്റ്റ് ഓപ്റ്റഡ് ബൈ ദം. അപ്പൊ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന പോലെയാണ്, അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കാൻഡിഡേറ്റ്സ് ഫൗണ്ട് മെഡിക്കലി അൺസൂറ്റബിൾ ഫോർ ദ അപ്ലൈഡ് പോസ്റ്റ് ഷാൾ നോട്ട് ബി ഗിവൺ എനി ആൾട്ടർനേറ്റീവ് അപ്പോയിന്റ്മെന്റ്. അപ്പൊ നമ്മൾ അൺഫിറ്റ് ആണെങ്കിൽ നമുക്ക് വേറൊരു കാര്യം തരില്ല, ഒരു റിലാക്സേഷൻ ഉണ്ടാവില്ല. അപ്പൊ ഇത് വലിയ പരിപാടിയൊന്നും അല്ലല്ലോ. നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഏതൊക്കെയാണോ നമ്മൾ പറ്റാവുന്ന അല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ അത് നമുക്ക് ഈ സ്ലൈഡിൽ തന്നെ ഉണ്ട് അല്ലെ, ഇതിൽ തന്നെ കാണുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ കൊടുക്കുക. ഓരോന്നും ഇവിടെ സെലക്ട് ചെയ്താൽ മതി. ഇവിടെ ഏതാണോ നിങ്ങൾക്ക് ആദ്യം കൊടുക്കേണ്ടത്, അപ്പൊ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് റൈറ്റ് സൈഡിൽ ഇതുപോലെ കാണാൻ സാധിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാം, ഐ ഹാവ് എക്സൈസ്ഡ് ആൻഡ് ചെക്ക് മൈ ഓർഡർ ഓഫ് പോസ്റ്റ് പ്രിഫറൻസ് ഫോർ ദ പോസ്റ്റ് ഐ എം ഇൻട്രസ്റ്റഡ് ടു അപ്ലൈ. ക്ലിക്ക് ചെയ്യുക ഡയലോഗ് ബോക്സ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ നമുക്ക് എല്ലാം ക്ലിക്ക് ചെയ്യുക. ഐ അഗ്രി ടു അലോ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്സ് ടു ഷെയർ മൈ ഫൈനൽ സ്കോർ. I have declared that I have gone through the eligibility criteria. അപ്പൊ നമ്മളെല്ലാം നോക്കിയതാണ്, ഇതെല്ലാം ക്ലിക്ക് ചെയ്തു. ദെൻ എന്ത് ചെയ്യുക, പ്ലേസും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ എന്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം എന്തായാലും. അതിനുശേഷം യു ക്യാൻ പ്രിവ്യൂ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം, ലൈക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ. കാരണം ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ 250 രൂപ കൊടുത്ത് അല്ലെങ്കിൽ എത്രയാണോ ഫീസ് അത് കൊടുത്ത് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനേക്കാളും നല്ലത് ഇപ്പൊ തന്നെ ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക, ഓരോ കാര്യങ്ങളും നോക്കുക, എല്ലാം പെർഫെക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, യെസ് സബ്മിറ്റ് കൊടുത്താൽ മതി. സോ ഐ ഹാവ് റീചെക്ക് ദ എബോവ് ഡീറ്റെയിൽസ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്ന് താഴെ കാണാം. അത് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ടിക്ക് ചെയ്തതിനു ശേഷം ഒന്നുകൂടെ ആലോചിക്കുക, എല്ലാം പ്രോപ്പർ ആണോ, എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ പെർഫെക്റ്റ്, അല്ലെങ്കിൽ എഡിറ്റ് കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രം എല്ലാം പെർഫെക്റ്റ് ആണ് റെഡി ടു ഗോ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, സബ്മിറ്റ് കൊടുത്താൽ മതി. സോ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും, അപ്ലിക്കന്റ് വിൽ നോട്ട് ബി ഏബിൾ ടു മേക്ക് എനി കറക്ഷൻസ് ഇൻ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആഫ്റ്റർ സബ്മിഷൻ. ഇനി ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വ്യക്തമായിട്ട് നോക്കാം. ദെൻ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പാർഷ്യലി കംപ്ലീറ്റ് ആയി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ അപ്ലിക്കേഷൻ ഓൺ ആയി എന്ന് പറയുകയാണെങ്കിൽ ഫീസ് അടച്ചാൽ മാത്രമേ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഫീസ് അടയ്ക്കലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, യെസ് 500 രൂപ കാണിക്കുന്നുണ്ട്. സോ പേ വിത്ത് SBI ഇ-പേ എന്ന് കാണിക്കുന്നുണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യെസ് ഇതുപോലെ കാണും. സോ ഐ അഗ്രി വിത്ത് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എബോവ് ഡയലോഗ് ബോക്സ് അഗെയിൻ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ പ്രൊസീഡ് എൻ്റർ ചെയ്യുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമ്മുടെ അവരുടെ പേയ്മെന്റ് ഗേറ്റ് വേ ഓപ്പൺ ആവും. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇന്റർനെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ല ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നത് UPI ആണ്. അപ്പൊ ഞാനും UPI തന്നെ ക്ലിക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഈ രീതിയിൽ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അവർ തന്നെ QR കോഡ് ജനറേറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നോക്കാം. സോ ആ രീതിയിൽ നോക്കുമ്പോൾ ഞാൻ UPI QR സെലക്ട് ചെയ്തിട്ട് പേ നൗ കൊടുക്കുമ്പോൾ ഈ രീതിയിൽ അവരുടെ യെസ് QR കോഡ് വരും. അപ്പൊ എന്ത് ചെയ്യാം, അറിയാലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് സ്കാൻ ചെയ്യുന്നു. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ ടൈം മൊത്തം 5 മിനിറ്റ് ടൈമിനുള്ളിൽ തന്നെ നമ്മൾ സ്കാൻ ചെയ്യണം, അല്ലെങ്കിൽ എറർ ആവും. പിന്നെ ഒന്നുകൂടെ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ ഓൺ ആണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് വന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് എറർ ആയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, ലൈക്ക് അത് റിഫ്ലക്ട് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം. കാരണം ഫൈനലി
പൈസ അടച്ച് സക്സസ് ആയാൽ മാത്രമേ നമ്മുടെ അപ്ലിക്കേഷൻ കറക്റ്റ് ആയി അല്ലെങ്കിൽ ഓൺ ആണ് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് വെരിഫൈ ചെയ്യുക. എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ എറർ വന്നിട്ട് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി ബട്ട് അതിൽ എത്തിയിട്ടില്ലെങ്കിൽ ഒരു ദിവസം വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ ആവില്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ പേ ചെയ്യേണ്ടി വരും. അപ്പൊ എല്ലാം പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിച്ച് പേ ചെയ്യുക, വെറുതെ പൈസ കളയാൻ നിൽക്കണ്ട. ഓക്കെ അല്ലേ? റൈറ്റ്. യെസ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഡൺ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് അപ്ലൈ ചെയ്യാൻ. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ദാറ്റ്സ് ഓൾ ആക്ച്വലി. ബട്ട് അഗെയിൻ അപ്ലൈ ചെയ്തിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്കറിയാം ഏകദേശം 32,000 വേക്കൻസി ഓഫ് കോഴ്സ് കൂടുന്നു പറയുന്നുണ്ട്. അപ്പോ ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന സ്വപ്നം പല ആൾക്ക് ഉണ്ടാവും അല്ലെ? അതിൽ തന്നെ ഇന്ത്യൻ റെയിൽവേയിൽ വർക്ക് ചെയ്യണമെന്നും ചില ആൾക്കാർക്ക് ഉണ്ടാവും. അങ്ങനെ ഇന്ത്യൻ റെയിൽവേയിൽ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും പെട്ടെന്ന് അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന ജോലി എന്ന് പറയുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് പല സ്വപ്നങ്ങളും ഉണ്ടാവുമായിരിക്കും. ബട്ട് ആദ്യം നമുക്കൊരു ജോലി വേണം, എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അല്ല, ഒരു ജോലി വേണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. സോ നിങ്ങൾ എങ്ങനെയാണെങ്കിലും ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ചെയ്യരുത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് നിങ്ങളെ എത്തിക്കാൻ, നിങ്ങളെ സഹായിക്കാൻ സൈലം യെസ് RRB ഗ്രൂപ്പ് ഡി ഫോക്കസ് ബാച്ചുമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ഫോക്കസ് ബാച്ച് ആ പേരിൽ തന്നെ ഉണ്ട്. കംപ്ലീറ്റ് ഫോക്കസോട് കൂടിയായിരിക്കും നമ്മൾ ഈ കോഴ്സ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക. വിച്ച് മീൻസ് വാട്ട്? കൃത്യമായിട്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും, പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ് നോട്ടും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ കാര്യങ്ങൾ വേണ്ടത് ആ രീതിയിലായിരിക്കും നമ്മൾ തരിക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം 300+ ലൈവ് ക്ലാസ്സസ് ആണ്, അതോ പ്ലസ് ലൈവ് ക്ലാസ്സസ് ആണ്. അതുപോലെ 2 to 4 ഡെയിലി 2 അല്ലെങ്കിൽ 4 ക്ലാസ്സുകൾ എന്നുള്ള രീതിയിലായിരിക്കും പോവുക. വീക്കിലി 5 മുതൽ 6 ദിവസം വരെയും നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. അതിന്റെ എക്സാം എടുക്കുന്നതോടെ നമ്മൾ നമ്പർ ഓഫ് ക്ലാസ്സൊക്കെ കൂടും. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ, ഓക്കെ യെസ് ഐ എം റെഡി ടു ഡു ദിസ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്, കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ജോയിൻ ദിസ് കോഴ്സ്. കാരണം നിങ്ങൾ കോണ്ടന്റോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ പേപ്പറോ നിങ്ങളൊന്നും നോക്കണ്ട. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലോട്ട് തരും. ഏതൊക്കെ സബ്ജക്റ്റിലുണ്ടോ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കണ്ടന്റിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഡൗട്ടും വേണ്ട. നിങ്ങൾക്ക് വേണ്ട ഡൗട്ട് എന്താ? നിങ്ങൾ കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. അതിലൊരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായില്ലേ? അത് റെഡിയാണ്. കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യും. ഡ്രീം റിയാലിറ്റി ആക്കാൻ വർക്ക് ചെയ്യും എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും സമയം കളയേണ്ട, ഈ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. കാരണം അപ്ലൈ ചെയ്തിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ എക്സാം ക്ലിയർ ചെയ്യണം. അപ്പോൾ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സൈലുണ്ട് കൂടെ, ഞങ്ങളുണ്ട് കൂടെ. സോ യെസ്, പ്ലീസ് ഡു ജോയിൻ RRB ഗ്രൂപ്പ് ഡി ഫോക്കസ് ബാച്ച്. സോ താങ്ക് യു സോ മച്ച്. ദാറ്റ്സ് ഓൾ.